എൻ്റെ മോനങ്ങ് യു എസിലാണ്. അവൻ യു എസിൽ സെറ്റിൽഡ് ആണേ. എൻ്റെ മരുമോളും അവിടെ തന്നെയാണ്, മോളും അവിടെ തന്നെയാണ്, മരുമോനും അവിടെ തന്നെയാണ്. ഞങ്ങളും ഇനി അങ്ങോട്ട് തന്നെയാണ് പോണത്, യു എസിൽ സെറ്റിൽഡ് ആവാൻ. എവിടെ യു എസ് എന്നറിയോ? അത് സ്വർഗരാജ്യത്തിനേക്കാൾ ഒന്നുകൂടി മേലെയാണ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് എല്ലാവരും ധാരണ ഫ്ലൈറ്റിൽ ക്ലാസ്സുകളുണ്ട്, ബിസിനസ് ക്ലാസ് ഉണ്ട്, ഓർഡിനറി ക്ലാസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അതുപോലെ സ്വർഗത്തിലെ ബിസിനസ് ക്ലാസ്സാണ് അമേരിക്ക. അതായത് അമേരിക്കയിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നതിന് തുല്യമാണ്. അവിടെ പലരും നുണ പറയും, ഉഗാണ്ടയിലാണ് ജോലി എന്ന് പറയും, എവിടെയാ മോനിപ്പോഴേ, അവരങ്ങ് യു എസിലാണ്. ഇനി അതുണ്ടാവില്ല. ഞങ്ങളുടെ മക്കളെ യു എസിൽ സെറ്റിൽഡാ എന്ന് പറച്ചിലുണ്ടാവില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ ട്രംപനടക്കം വെളുത്ത ശരീരമുള്ള സകല ആളുകളും വഞ്ചനയുടെയും ചതിയുടെയും കഥകളാണ് അവരുടെ പിന്നാമ്പുറ കഥകൾ മുഴുവൻ അതാണ്. അവിടെ ഇവന്മാരുണ്ടായിരുന്നില്ല അമേരിക്കയിൽ. അവിടെ മയൻസ് ആയിരുന്നു, ഇങ്കകളായിരുന്നു, റെഡ് ഇന്ത്യൻസ് എന്നൊക്കെയും പറയും. അവിടേക്കാണ് ഫ്രഞ്ചുകാരും ഇവരെല്ലാം കയറി ചെന്നതും വസൂരി പിടിച്ച ആളുകളുടെ കുപ്പായം, ഷർട്ടും പാൻറ്റൊക്കെ കൊണ്ട് അവിടെ എല്ലാവർക്കും കൊണ്ടു കൊടുത്തതും അവരെ വസൂരി പിടിപ്പിച്ച് കൊന്നതും ബാക്കിയുള്ളവരെ വെടിവെച്ച് കൊന്നതും. അങ്ങനെയാണ് അധിനിവേശത്തിൻ്റെ കഥ. അത് അവിടെയുള്ള ആൾക്കാർ തുടങ്ങി വെച്ചതല്ല, ഈ ട്രംപിൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ, വെള്ളക്കാർ. കൊളംബസ് വലിയൊരു ബസ് ഉണ്ടായിരുന്നു, അതാണ് അവിടെ ഓടിച്ചു ചെന്നത്. ആ കൊളംബസാണ് ഈ ചതിപ്രയോഗം ആദ്യം തുടങ്ങി വെച്ചത്. ഇന്നിപ്പോൾ അവർ അനുഭവിക്കുകയാണ്. അവർ പറഞ്ഞു ഞങ്ങളിവിടെ പലരും അധിനിവേശം നടത്തുന്നുണ്ട്, ഇവിടെ അധിനിവേശം നടത്താൻ പാടില്ല എന്ന്. അപ്പം നിങ്ങളൊക്കെ അവിടെ എങ്ങനെ എത്തിയടോ? അങ്ങനെ വലിയൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ആരാ ചോദിക്കുന്നത് അറിയോ? ദൈവമാണ് ചോദിക്കുന്നത്. ലോക പോലീസ് ആവാൻ നടന്നു, അത് പുതിയ കഥ. എവിടെയൊക്കെ ഇവർക്ക് അനുരോധമായിട്ടുള്ള കൽപ്പനകൾ പുറപ്പെടുവിക്കാത്ത സ്ഥലങ്ങളുണ്ടോ, ഇവരുടെ ആശകളും അഭിലാഷങ്ങളും സാധിച്ചു കൊടുക്കാത്ത ഭരണാധികാരികൾ എവിടെയൊക്കെ ഉണ്ടോ, ഇവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ ഇവർ പറയുന്ന വിലയ്ക്ക് നൽകാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ നശിപ്പിക്കുക. ഇതിനെ കരിയറായിട്ട് കൊണ്ടു നടന്നതാണ് അമേരിക്ക. ഇപ്പോഴും അത് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. ഇതൊന്നും ആരംഭിച്ചതല്ല. ഇപ്പോൾ അവർ പറയുന്ന വലിയൊരു കാര്യമുണ്ട്, അധിനിവേശം. അമേരിക്കക്കാരല്ലാത്ത എല്ലാവരും അവിടെ നിന്ന് പോകണമെന്നാണ് പറയുന്നത്. അപ്പം ആദ്യം പോണ്ടതാരാ? ഈ ട്രംപനും അയാളുടെ മോന്തായത്തിന് രക്ഷിപ്പുള്ള കുറേ എണ്ണം ഉണ്ടല്ലോ അവിടെ. അവരൊക്കെയാണ് ആദ്യം പോകേണ്ടത്. കാരണം അമേരിക്ക വെസ്പുച്ചി തീർത്ഥാടക പിതാക്കൾ അവർ വഴി തെറ്റിയോ മറ്റവിടെ ചെന്നതാണ്. പിന്നീടാണ് കൊളംബസ്. അവരൊക്കെയാണ് അവിടെ കാലുകുത്തിയെ. അതൊക്കെ ഇന്നലെ എന്നുകൊണ്ടുള്ള ചരിത്രം, 100-400 വർഷത്തെ ചരിത്രമേ ഉള്ളൂ ഈ ട്രംപിനും കൂട്ടർക്കും വെള്ളക്കാർക്കും. പക്ഷെ അതിനു മുമ്പും അവിടെ ഇൻഹാബിറ്റൻസ് ഉണ്ട്, ഇങ്കകളുണ്ട്, മയന്മാരുണ്ട്, അവർ റെഡ് ഇന്ത്യൻസ് ഉണ്ട്. അവരുടേതാണ് ആ ഭൂമി, അവരുടേത് മാത്രമാണ് ആ ഭൂമി. ആ ഭൂമിയിൽ ഇവർ കയറിയിട്ട് ഇപ്പം ഇവർ അവരോട് പറയുകയാണ് നിങ്ങളിവിടുന്ന് പോകാൻ, ഇവിടെ ഇനി വേറെ ആരും വരണ്ടെന്ന്. ഞങ്ങൾക്ക് ബസ്സിൽ സീറ്റ് കിട്ടി. അപ്പോൾ ബസ്സിൽ അപ്പുറത്തുള്ള ആൾക്കാരോട് പറയാണ്, ഡ്രൈവറോട് പറയാം ഇനി ബസ് നിർത്തണ്ട കേട്ടോ, ഇനി ഓടിച്ചോളാൻ. കാരണം ഇവർക്ക് കയറാൻ പറ്റിയല്ലോ. ഇപ്പോൾ ഇയാൾ പല ബസ്സുകളും കൈയാട്ടി നിർത്തിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇവരെ എവിടേക്കാ പോണേ, ഇത് മരണവണ്ടിയാണ്, ഇത് എവിടെയും പൊട്ടി തകരുള്ളൂ, നശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് ഇയാൾക്കൊരു ബസ് നിർത്തി കൊടുത്തപ്പോൾ പിന്നെ ഇയാളുടെ ഭാഷ എന്താണെന്ന് അറിയാമോ? എവിടെ നിർത്തണ്ടോ സാറേ, അങ്ങോട്ട് വിട്ടോ, ഞങ്ങളിന്ന് കയറ്റണ്ടെന്ന്. ഇയാളെ കയറ്റാതെ വന്നപ്പോൾ ഇയാൾ അതിനെ ശപിക്കുന്നു. ഇയാൾ കയറിയപ്പോൾ വഴിയിൽ നിന്ന് കൈ കാട്ടുന്നവരെ ഇയാൾ ശപിക്കുന്നു. അതല്ലേ ഇപ്പം അമേരിക്കയിൽ നടക്കുന്നത്? അമേരിക്ക കത്തുകയാണ്. അമേരിക്കയുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി അവർ വരുത്തി വെച്ചതാണിതെല്ലാം. എല്ലാ കാര്യത്തിലും ഇടപെട്ടു, ആയുധ വിൽപ്പനകൾ നടത്തി, സാംസ്കാരികമായിട്ട് തകർന്നു, അവസാനം സാമ്പത്തികമായിട്ട് തകർന്നു. ഒന്നിനും ഇടപെടാതെ അവനവൻ്റെ കാര്യവും നോക്കി നടക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അപ്പുറത്ത് എന്തിനാണോ ഇപ്പുറത്ത് നോട്ടമൊന്നുമില്ല. ആ ചൈന ഉത്തരോത്തരം
അവരിന്ന് കൊടുമുടികളിലാണ് അവർ. അവിടെയുള്ള നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അവിടെ പോകുന്നവർ പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് റഹീം അവിടെ പോയിട്ട് 10-12 തവണ അദ്ദേഹം പോയിട്ടുണ്ട്. പെർഫ്യൂമിൻ്റെ കച്ചവടം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. കാണേണ്ട രാജ്യമാണ്. മണിക്കൂറുകളോളം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് നമ്മളുടെ എന്തായാലും പറയുക ബർദുബായിലിരുന്നിട്ട് ആ കടൽക്കരയിലിരുന്നിട്ട് ഞങ്ങൾ സംസാരിച്ചില്ല. ഒക്കെ ഈ ചൈനയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ 100-ൽ പരം അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ഇതുകൊണ്ട് കാണിച്ചു തന്നു. അവിടുത്തെ ചിത്രങ്ങൾ അത്ഭുതം തോന്നുന്ന രീതിയിൽ ഒരാൾ പോലും വെറുതെ ഇരിക്കുന്നില്ല അവിടെ. ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്ഥിതി, പണ്ട് സിംഗപ്പൂര് നമ്മൾ പറയാം, അയ്യോ സിംഗപ്പൂർ പോകേണ്ട സ്ഥലമാണ്. ഇപ്പം സിംഗപ്പൂർ ഒന്നുമല്ല, ടോക്കിയും ഒന്നുമല്ല, എന്തിനേറെ ദുബായ് പോലും വളരുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ ചൈനയുടെ വളർച്ചയുടെ മുമ്പിൽ അവർ പോലും നിഷ്പ്രഭമാകുന്നു എന്നാണ് പറയുന്നത്. അവർ വളരുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു രാജ്യമാണ് ദുബായ്, അല്ലെ അബുദാബി, ചെറിയൊരു രാജ്യമാണ്. അവർക്ക് വേണ്ടത്ര സാമ്പത്തികമുണ്ട്, അതിൻ്റെ പേരിലുള്ള വളർച്ച എന്ന് പറയാം. പക്ഷേ ദുബായ് ആസൂത്രിതമായിട്ട് ബുദ്ധിപൂർവം അവിടുത്തെ ഭരണാധികാരികളെല്ലാം ചേർന്നിട്ടാണ് അതിനെ ഈ രീതിയിൽ മേലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കാര്യത്തിൽ അവർ ഇടപെടാനില്ല. അവരുടെ സാമ്പത്തികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി അവരെ വഴി നോക്കുന്നു. ഇവിടെ നല്ല സ്ഥിതി, അങ്ങോട്ടാ നോട്ടം, അവനവൻ്റെ കാര്യത്തിലെല്ലാം നോട്ടം. ഇത് പലപ്പോഴും ഇതിനു മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ്. റൊണാൾഡ് റീഗൻ്റെ കാലഘട്ടം മുതൽ ചെറിയ ഗ്യാപ്പ് വന്നത് നമ്മുടെ ഒബാമ വന്ന സമയത്ത്. ഇയാൾ വന്നപ്പോൾ വീണ്ടും രൂക്ഷമായി. ഇയാളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇലോൺ മസ്കിനെ കൂട്ടുപിടിച്ചത്? ആരാണ് ഇലോൺ മസ്ക്? അമേരിക്കക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. അയാളൊരു ഒരു കച്ചവടക്കാരനാണ്. അയാളുടെ കണ്ണ് കച്ചവടത്തിലാണ്. അയാൾ കച്ചവട കണ്ണുള്ളവനാണ്. ആയതുകൊണ്ട് തന്നെ അമേരിക്കയുടെ മേലോട്ടുള്ള ഉയർച്ച സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതല്ല, ഒരു രാജ്യത്തിൻ്റെ വളർച്ച സർവതോമുഖമായിട്ടാണ്. എപ്രകാരം? സാംസ്കാരികമായിട്ട് വളരണം, സാമ്പത്തികമായിട്ട് വളരണം, സാമൂഹിക കെട്ടുപാടുകളുടെ പേരിൽ വളരണം. സാമ്പത്തികത്തിൻ്റെ പേരിൽ മാത്രം വളർന്ന പോരാ. ആയതുകൊണ്ട് അവരുടെ കണ്ണ് എവിടേക്കാണ്? സാമ്പത്തികത്തിൽ. അങ്ങനെ വേറൊരു രാജ്യം കൂടിയുണ്ട്. ഈ പറയുന്ന ഇലോൺ മസ്കും ഈ ട്രംപും രാപ്പകൾ ചിന്തിക്കുന്ന എന്തിനെ കുറിച്ചാണ്? പൈസ 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 പൈസ. കച്ചവടക്കാരാണ് അവർ. ഇന്ത്യയുടെ സ്ഥിതി മറ്റൊന്നല്ല. 2 ബെനിയാസ് ഗുജറാത്തികൾ, പൈസ 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 പൈസ. അവരും ഇത് പ്രതിപക്ഷക്കാർ പറഞ്ഞ പോലെ തമാശയ്ക്കാണെങ്കിലും കുറച്ച് കാര്യമുണ്ട് കേട്ടോ. ഇന്ത്യയെ തന്നെ വിൽക്കും അവസരയ്ക്ക് ആ കാര്യങ്ങളും നിൽക്കുന്നത്. പക്ഷേ കേൾക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവലോകനം ചെയ്യുമ്പോൾ എന്താ? ഞങ്ങളുടെ നേതാക്കന്മാർ അതവിടെ നടക്കുന്നില്ല, അമേരിക്കയിൽ നടക്കുന്നില്ല. അവർ തലകുത്തി നിന്നാലും അപ്പം നമ്മളും തലകുത്തി നിൽക്കും. അതാണ് ഈ പാർട്ടി. അതായത് ബുദ്ധിയുള്ളൊരു കഴുത, എക്സാൾട്ടഡ് ഡോങ്കി, ഹി വിൽ ലീഡ് ദ വേൾഡ്. 1974 ജോർജ് ഓർവെൽ എഴുതിയതാണ്. ഓൾ ദ റിമൈൻസ് ഓർഡിനറി ഡോങ്കീസ് ദേ വിൽ ഫോളോ അന്ധേനൈവ നീയമാന യഥാന്ത. അതാണ് പാർട്ടി. അവിടെ ഇയാൾ റിപ്പബ്ലിക്കനാണ്, പിന്നെ മറ്റേ ഡെമോക്രാറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇയാളുടേതല്ലാത്ത പാർട്ടി ഭരിക്കുന്ന സ്ഥലങ്ങളുമായിട്ട് ഇയാൾ അവസരത്തിലാണ്. അതിൽ തന്നെ കാലിഫോർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ എക്കണോമി സ്വന്തമായിട്ടുള്ള ആൾക്കാരാണ് അവർ. GDP അത്രയും ഉയർന്നതാണ് അവരുടെ. അത് അമേരിക്കയുടെ മൊത്തം സാമ്പത്തിക മുന്നേറ്റത്തെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും, താളം തുള്ളിക്കാൻ പറ്റും. കാലിഫോർണിയ മാത്രം വിചാരിച്ചാൽ. ആ കാലിഫോർണിയ ഇന്ന് അവിടുത്തെ ഒരു സ്റ്റേറ്റ് ആ രാഷ്ട്രത്തിനോട് പറഞ്ഞിരിക്കുകയാണ്. സ്റ്റേറ്റ് ഒരു രാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞ പോലെയാണ് പറയുന്നത്. 10 പൈസ ഞങ്ങൾ തരില്ലെന്ന്. ട്രില്യണാണ് അവിടെ അവർ കൊടുക്കുന്നത്, നികുതിയായിട്ട് കൊടുക്കുന്നത്. 10 പൈസ ഞങ്ങൾ തരില്ല, ഞങ്ങളോട് ചോദിക്കാണ്ട് നിങ്ങളുടെ പട്ടാളം ആണ് പറയുന്നത്. ഫെഡറൽ മറ്റേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പട്ടാളം കാലിഫോർണിയയിൽ സ്റ്റേറ്റിലേക്കാണ് വന്നത്. പക്ഷെ അവർ വന്നുകൊണ്ട് നിങ്ങളുടെ പട്ടാളം ഞങ്ങളുടെ അവിടേക്ക് ആരുടെ ചോദിച്ച് കടന്നു വന്നു. അതിന് നിയമങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർ ചോദിക്കുന്നത്. ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിൽ നിന്നുള്ള ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അമേരിക്ക വീഴും, വലിയ മാന്ദ്യം സംഭവിക്കും. അതോടുകൂടി ലോക പോലീസിൻ്റെ തന്ത്രം, പൈസ കൊടുത്തിട്ടാണല്ലോ എല്ലാവരും കീഴ് നിൽക്കുന്നത്, എല്ലാവരും കൊണ്ട് സെല്യൂട്ട് അടിപ്പിക്കുന്നത്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് US എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത വാക്കിന് പറയാം ബ്ലഡി റാസ്കൽസ്, എടുത്തവനാണ് കാർക്കിച്ച് തുപ്പും. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അവർക്ക് വിലയില്ല. കാരണം
എവിടെയും അവർ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇട്ട് കലക്കലാണ് അവരുടെ പരിപാടി. അത് തന്നെയാണ് ഇപ്പോൾ ഉക്രൈനിൽ സംഭവിച്ചത്. യുദ്ധം ചെയ്തോ, എന്നിട്ട് എന്തായി? ഇത് തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് പണ്ട് കുവൈറ്റിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈനായിട്ടുള്ള കാര്യങ്ങൾ. അവർക്ക് എന്താണ് ഇടപെടേണ്ട ആവശ്യം എന്തുണ്ടായിരുന്നു? അവരവിടുത്തെ കോടതിയെ പോലും വിലയ്ക്ക് വാങ്ങിയിട്ട് ഇയാൾ തൂക്കിയെല്ലാം വിധിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ഒരു വ്യക്തി 90 കിലോ വെയിറ്റുള്ള ഒരു വ്യക്തിയെ തൂക്കി കൊന്നു. പക്ഷെ ആ വ്യക്തി പുറത്തേക്ക് വിട്ട ചില നിലപാടുകൾ അത് അതേപോലെ എപ്പോഴും നിലകൊള്ളുകയാണ്. അവരുടെ അധിനിവേശം, എണ്ണയ്ക്ക് വേണ്ടിയുള്ള കളികൾ, പണ്ടത്തെ പോലെ ഒപ്പയ്ക്കിൻ്റെ മുമ്പിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശേഷിയുള്ളവരായിട്ട് മാറിക്കഴിഞ്ഞു. പണ്ട് ഇവിടെ മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന അവരുടെ പൈസ മുഴുവൻ അവർക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ആയതുകൊണ്ട് തന്നെ അവർ പൈസയ്ക്ക് പലിശ വാങ്ങിക്കുന്നവരല്ല മുസ്ലിങ്ങൾ. ആ പൈസ അത്രയും ബ്രിട്ടൻ, അമേരിക്കൻ, പ്രത്യേകിച്ച് ബ്രിട്ടനിൽ കൊണ്ടിടും. അവരെന്ത് ചെയ്യും? ആ പൈസ, ഇവരുടെ പൈസ അവിടെ മറ്റേ ഭദ്രമായിട്ട് വെക്കുക വേണ്ടു. ആ പൈസ വെച്ച് കളിച്ചിട്ടാണ് അവരെ പല കാര്യങ്ങളിലും ഉന്നമനം പ്രാപിച്ചത്. അതിനു മുമ്പ് ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. ആ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ നിന്ന് വാരിപ്പിടിച്ച് എല്ലാം കട്ടെടുത്ത് കൊണ്ടുപോയി, സകലതും കട്ടെടുത്ത് കൊണ്ടുപോയി. ആ കട്ടെടുത്ത് കൊണ്ടുപോയി ഏറ്റവും വലിയ കാര്യമാണ് കോഹിനൂർ രക്തം. അത് നെറ്റിയിലും പതിപ്പിച്ചിട്ട് അവളാരും അവിടുത്തെ രാജ്ഞി കിടന്ന് നടക്കുന്നത്. അങ്ങനെ ഇന്നിപ്പോൾ UAE അല്ലെങ്കിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ ആ ഒരു റീജിയൻ, അവിടെയുള്ള ഖത്തർ, അവിടെയുള്ള ആളുകൾക്ക് പണ്ടത്തെ പോലെയല്ല. അവരുടെ പൈസ കൊണ്ട് അവരുടെ ഡെവലപ്മെൻറ്റാണ് അവർ ആഗ്രഹിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും നമ്പർ 1 വേൾഡ് ട്രേഡ് സെൻറ്റർ, ഏറ്റവും വലിയ കെട്ടിടം. ഇപ്പോൾ ഏതാ ഏറ്റവും വലിയ കെട്ടിടം? ബുർജ് ഖലീഫ. ഇനി കുറച്ചുകൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ദുബായിൽ വേറൊരു ബിൽഡിംഗ് കൂടി ഉയരുന്നുണ്ട്. ഞാൻ കണ്ടു. അത് അതിൻ്റെ അടിസ്ഥാനത്ത് ഉയരാൻ തുടങ്ങിയത് അത് ഇതിനേക്കാൾ വലുതാണ്. അതിനേക്കാൾ വലുതാണ് ഇനി സൗദി അറേബ്യയിൽ വരാൻ പോകുന്നത്. അതൊക്കെ കാണുന്ന സമയത്ത് ഇവർക്ക് ഇങ്ങനെ കുരു പൊട്ടുന്നൊരു അസൂയ, പോഷന്യം, പോര്, കുശുമ്പ്, കുതികാൽ വെട്ട്. ബ്രിട്ടനിൽ സാമ്പത്തികമുള്ള ആളുകൾ, പല ഫാമിലികൾ, ഇന്ത്യൻ ഫാമിലികൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വന്ന് താമസിക്കുന്നത് ദുബായിലാണ്. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം, ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലം, നല്ല നിയമവാഴ്ചയുള്ള സ്ഥലം. ആരാണ് അമേരിക്കയിലേക്കല്ല പോകുന്നത്. ഇപ്പം അമേരിക്കയിൽ പോയി കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ നമ്മൾ പറയും, നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അറിയില്ല, എൻ്റെ അമ്മാവനങ്ങ് ബർമേല പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം സിലോണിൽ പോയിട്ട്, ഞങ്ങളുടെ നാട്ടിൽ KS ചാത്തുനി അവർകളൊക്കെ ഉണ്ട്, അവർക്കും സിലോണിൽ പോയിട്ടാണ് പൈസ ഉണ്ടാക്കിയായിരുന്നു. അതങ്ങനെയായിരുന്നു. കടൽ കടന്ന് രാമേശ്വരത്ത് കൂടെ പോയി എത്രയോ 13 രൂപ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അവർ അച്ഛനോ മുത്തച്ഛനോ കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോയത്. അവിടെ പോയിട്ട് അദ്ദേഹം പൈസ ഉണ്ടാക്കി. തെങ്ങ്, കള്ള് കൃഷി, അതൊക്കെ അവിടെ അങ്ങനെ ഉണ്ടാക്കി. പിന്നീടാണ് പേർഷ്യ വന്നത്, പിന്നീടാണ് ഗൾഫ് വന്നത്. ഇന്നിപ്പോൾ അതിനുശേഷമാണ് ഗൾഫിൻ്റെ അപ്പൻ്റെ അപ്പനായിരുന്നു അമേരിക്ക. മക്കളെവിടെയാ ഗൾഫിൽ? അത് ശരി, മണലാരണ്യത്തിൽ. മക്കളെവിടെ? US. അതെയോ? ഇന്നിപ്പോൾ എൻ്റെ മക്കൾ ആരും US ഉള്ളവരല്ല എന്ന് പറയേണ്ട ഗതികേടാ. നമ്മുടെ നാട്ടിൽ പണ്ട് പെണ്ണന്വേഷിച്ച് തരുന്ന സമയത്ത് അവിടെ ഈ കറ്റ, അതായത് കൊയ്തിട്ടുള്ള വൈക്കോലുണ്ടല്ലോ, അതിങ്ങനെ മല പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ റബ്ബർ ഷീറ്റ് ഇങ്ങനെ തോരയിട്ടുണ്ടായിരിക്കും. ഈ അറ്റം വരെ 1.5 കിലോമീറ്റർ ദൂരത്തിൽ. ഇപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുള്ള എന്താ അറിയോ? ഞങ്ങൾക്ക് റബ്ബർ കൃഷിയില്ല. അതായത് ഞങ്ങൾ ചെറ്റകളല്ല എന്നർത്ഥം. റബ്ബർ കൃഷിൻ്റെ അവൻ്റെ പടി തീർന്നു. ഒരു കൃഷി നടത്തുന്ന നല്ല ലാഭമുണ്ട്, അഷ്ടിക്ക് മുട്ടും അത്രമാത്രം. നെൽകൃഷിയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ എല്ലാവരും മക്കള് US ആരുമില്ല കേട്ടോ. ഞങ്ങൾ അലവരാധികളല്ല എന്ന് കാണിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം US ആരുമില്ല കേട്ടോ. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ US പ്രകൃതി പോലും അവർക്കെതിരാണ്. എല്ലാ വർഷവും 2-3 പ്രാവശ്യം വലിയ രൂപത്തിലുള്ള തീപിടുത്തം. നമ്മളെല്ലാവരും വരുന്ന ലോസ് ആഞ്ചലസ്, നമ്മുടെ ഹോളിവുഡൊക്കെയുള്ള സ്ഥലം, അവിടെ നടന്ന സംഭവങ്ങൾ, അതിന് ആ പഴയ ഭാവത്തിലേക്ക് വരാൻ ചുരുങ്ങിയത് 10 കൊല്ലം പിടിക്കുന്ന പറയണത്. എല്ലാം ഭസ്മമായി പോയി. എത്രയോ വലിയ പണക്കാർ പാപ്പരായിപ്പോയി. വീണ്ടും വീണ്ടും തീപിടുത്തങ്ങൾ. നമ്മൾ പലപ്പോഴും പറയും, ഈ പൊട്ടലെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ
ദൈവം ചതിക്കുന്നു. അതൊക്കെ ഒരു കഥകളായിട്ട് ഇങ്ങനെ നമ്മളൊരു പഴഞ്ചൊല്ലായിട്ട് വിടും. പക്ഷേ എന്തോ ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ അവശേഷിക്കുന്നുണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈശ്വരൻ്റെ കയ്യിലാണ് ഏറ്റവും വലിയ ഓർഗൺ ഓഫ് ഓപ്പറേഷൻ ഇരിക്കുന്നത്. വല്ലാതെ തിമിര് കയറി വന്നാൽ, അഹങ്കാരം കയറി വന്നാൽ ഒന്നടിച്ചു താഴ്ത്തും. വല്ലാതെ നമ്മൾ കുഴിയിലേക്ക് വീഴുമ്പോൾ ആ ദൈവം തന്നെ കൈ പിടിച്ച് ഉയർത്തും. അതാണ് ദൈവത്തിൻ്റെ ഓർഗൺ ഓഫ് ഓപ്പറേഷൻ. അതുകൊണ്ടാണ് പഠനം നടത്തുന്നത്. അദ്ദേഹത്തിനുള്ള ചെങ്കോല് അത് ഇവന്മാരുടെ കയ്യിലുള്ള ചെങ്കോലല്ല, ദൈവത്തിൻ്റെ കയ്യിലുള്ള ചെങ്കോല്. എന്തായാലും രസകരമായിട്ടുള്ള കാര്യം, ട്രംപ് പറഞ്ഞ കാര്യം, ഇവിടേക്ക് അധിനിവേശം നടത്തിയ ആൾക്കാർ മുഴുവൻ ഇവിടുന്ന് പോകണമെന്ന്. ട്രംപേ, ഹേ മിസ്റ്റർ ട്രംപേ, അപ്പം നിങ്ങളാണ് ആദ്യം പോകേണ്ട ആൾ. അതാദ്യം മനസ്സിലാകും. ചതിയുടെയും വഞ്ചനയുടെയും ക്രൂരകൃത്യങ്ങളുടെയും കഥകൾ ഒരുപാടുണ്ട്. പറഞ്ഞതാണ്, ഞാനിപ്പോൾ തന്നെ പറഞ്ഞതാണ്, എങ്കിലും ഒരിക്കൽ കൂടി പറയാണ്. ഫ്രാൻസിൽ നിന്ന് പുറപ്പെട്ട കൊളംബസ്, അയാൾ അവിടെ പോയിട്ട് നാട് കൊള്ളാം അവിടെ കണ്ടുപിടിച്ചു. അവിടെ കുറേ പാവം ആളുകളുണ്ടായിരുന്നു, റെഡ് ഇന്ത്യൻസും ഇങ്കകളോ മയൻസോ പഴയ അവിടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ, ഇൻഹാബിറ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് വലിയ രൂപത്തിൽ വസൂരി പിടിച്ച് വലിയൊരു ജനസംഖ്യ തന്നെ ഇല്ലാതായി പോയൊരു കാലഘട്ടമുണ്ട് യൂറോപ്പിൽ. ആ വസൂരി പിടിച്ച ആളുകളുടെ വസ്ത്രങ്ങൾ അടച്ച് കെട്ടി ഭദ്രമായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആ പാവങ്ങൾക്ക് കൊടുത്തു. അവരെ മുഴുവൻ വസൂരി പിടിച്ചു, വലിയൊരു ജനസംഖ്യ വസൂരി പിടിച്ച് മരിച്ചു. ബാക്കിയുള്ളവർ വെടിവെച്ച് കൊന്നു. അവരെ അമ്പും ബില്ല് മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ടാണോ ട്രംപേ തൻ്റെ പഴയ ആളുകൾ അവിടെ അധിനിവേശം നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ തനിക്ക് ചൊറി പൊട്ടുന്നുണ്ടല്ലേ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മളുടെ ഭാരതം ഒരു കാലഘട്ടത്തിൽ ഗുപ്തന്മാർ ഭരിക്കുമ്പോഴും മൗര്യന്മാർ ഭരിക്കുമ്പോഴും അതിന് മുമ്പ് കനിഷ്കനൊക്കെയുണ്ട്, അവർക്ക് ഇതിൽപ്പെട്ട ആൾക്കാരാണ്. അവർ അശോകൻ, അന്ന് എല്ലാവരും ഇവിടേക്കാണ് നോട്ടം വയ്ക്കുക. നെപ്പോളിയൻ ഇവിടേക്കാണ് നോട്ടം വെച്ചത്. ഇങ്ങോട്ട് വരാൻ നെപ്പോളിയനല്ല, മറ്റേ അലക്സാണ്ടറൊക്കെ. ഇന്ത്യയിലേ ഉള്ളൂ ധനം, ഇന്ത്യയിലേ ഉള്ളൂ സ്വർണം, ഇന്ത്യയിലുള്ള രാജാക്കന്മാർ, ഇന്ത്യയിലാണ് ഏറ്റവും വലിയ സൈന്യമുള്ളത്, ഇന്ത്യയിലെ വിദ്യാഭ്യാസമുള്ളൂ. അതായിരുന്നു ഒരു കാലഘട്ടം. അതിനുശേഷമാണ് റോമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ കാലങ്ങളെ കൊണ്ട് ക്ഷീണിച്ചു. ഇപ്പോൾ വീണ്ടും അത് സെറ്റിൽ ചെയ്ത് വരുന്നു. അത് ശേഷം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭരണാധികാരികൾ, ജിതേന്ദ്രിയത്വമില്ലാത്ത ഭരണാധികാരികൾ ഈ നാടിനെ നശിപ്പിച്ചു എന്ന് ഭഗവത്ഗീത 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകത്തിലോ മറ്റോ പറയുന്നുണ്ട്. അജിതേന്ദ്രിയന്മാരായിട്ടുള്ള നിന്നെപ്പോലുള്ള ആളുകൾ അർജുനോടോ പറയുന്നത്. അതുപോലെ അമേരിക്ക, അവരുടെ സമ്പദ് വ്യവസ്ഥ അതും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്, താഴോട്ട് കൂപ്പിക്കുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ. ആയതുകൊണ്ട് ഉള്ള ഡോളറിനെ അതേ ശക്തിയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവരിവിടെ ഇപ്പോൾ അവിടെ സ്ഥിരം ഗോൾഡൻ വിസ പോലെ സ്ഥിരമായിട്ട് താമസിക്കാം. എത്രയോ കോടിക്കണക്കിന് രൂപ കെട്ടിപ്പോയി അവിടെ കൊണ്ടു കൊടുത്താൽ അവരെയും അവിടെ സിറ്റിസൺസ് അവർക്കും അവിടെ പൗരത്വം കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പൗരത്വം പോലും കച്ചവടവൽക്കരിക്കുന്നു. പൈസ തന്നാൽ അവിടെ പൗരന്മാരായിരിക്കാം എന്ന രീതിയിൽ. ഇനി ബാക്കിയുള്ളത് ഏതായാലും ട്രംപ് ഇപ്പോൾ നിലത്തല്ല, എയറിലാണ്. അതിനാണ് ഇലോൺ മസ്കിനെ കൂട്ടുപിടിച്ചത്. ഇലോൺ മസ്ക് ഒന്ന് പേടിപ്പിച്ചതോടുകൂടി ട്രംപ് അടങ്ങി. പക്ഷെ മനോരമ പറഞ്ഞാൽ എന്താ അറിയാമോ? ഇലോൺ മസ്ക് കീഴടങ്ങി. അവർക്കതേ പറയാൻ പറ്റുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, മനോരമയെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ക്രിസംഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ വന്ന് പിറന്നത് ഏതോ ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടാണ് അവർ പറയുന്നത്. ഒന്നിനെ വത്തിക്കാനിൽ പിറക്കണം, അല്ലെങ്കിൽ അമേരിക്കയിൽ പിറക്കണം. അപ്പം അവരിതൊക്കെ പറയും, മനോരമ ഇതൊക്കെ പറയും. അതെന്തോ ആകട്ടെ. ഏതായാലും അമേരിക്കയുടെ ഗതി ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞാൽ അവർ ഭാഗ്യവന്മാർ. ഏതായാലും ഈ മേലോട്ടുള്ള ഉയർച്ച ഉണ്ടാവാൻ പോകുന്നില്ല. താഴോട്ട് പോകാതിരുന്നാൽ നല്ലത്. അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപനങ്ങൾ അന്വേഷിച്ച് വരും, ജോലി ഉണ്ടോ, വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഗൾഫിൽ പോകുന്ന പോലെ അധികം താമസിയാതെ സംഭവിക്കും. നമസ്കാരം.